അശോക് സർ, ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ തന്നെയാണ് നമ്മുടെ മുഖ്യമന്ത്രി നമ്മുടെ സംസ്ഥാനത്തെ അതിദാരിദ്ര്യം സംസ്ഥാനമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അദ്ദേഹം നടത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ നടത്താൻ പോകുന്ന ഈ ഒരു പ്രവൃത്തിയെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടനവധി പേരാണ് രംഗത്തെത്തുന്നത്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ അതിനിശിതമായി ഇതിനെ വിമർശിക്കുമ്പോൾ ബെന്യാമിനെ പോലെയുള്ള എഴുത്തുകാർ ഇത്തരത്തിൽ ഇതിനെ വിമർശിക്കുന്നവരുടെ ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന് പൂർണ്ണമായ പിന്തുണ പ്രഖ്യാപിക്കുന്നു. യഥാർത്ഥത്തിൽ കേരളം അതിദാരിദ്ര്യ നിർമ്മാർജ്ജന മുക്ത സംസ്ഥാനമായി ഈ സമയത്ത് പ്രഖ്യാപിക്കുന്നതിൽ ആർക്കാണ് കുഴപ്പം? അല്ലെങ്കിൽ സർക്കാർ ഇപ്പോൾ ഇതിങ്ങനെ പ്രഖ്യാപിക്കേണ്ടുന്ന ഒരാവശ്യകത നമ്മുടെ സംസ്ഥാനത്ത് നിലവിലുണ്ടോ? അശോക് സാർ എങ്ങനെ വിലയിരുത്തും? അതിദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനം, അതായത് അതിദാരിദ്ര്യത്തിനെ പറ്റിയിട്ട് ഈ വേൾഡ് ബാങ്കിന്റെ ഒരു മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട്. അതായത് തീർത്തും ഭക്ഷണം കിട്ടാതിരിക്കുക. അത് ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കുറെ കാലം മുൻപ് ഈ വിഷയം ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ മാൽന്യൂട്രീഷൻ, പോഷകാഹാരക്കുറവ്, ഇത് അങ്ങനെ ചില, പിന്നെ തൊഴിലില്ലായ്മ, വീടുകളുടെ വിഷയം, അതായത് താമസിക്കാൻ സൗകര്യപ്രദമായ നല്ല വീടുകളില്ലാത്ത അവസ്ഥ, ഇതൊക്കെയാണ് വേൾഡ് ബാങ്ക് ഇതിന് മുന്നോട്ട് വെച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ. അപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ മാനദണ്ഡങ്ങൾ അതിൻ്റെ പല സന്ദർഭങ്ങളിൽ, അതായത് കേരള സംസ്ഥാന രൂപീകരണം തൊട്ട് തന്നെ ഇതിൻ്റെ ഈ മാനദണ്ഡങ്ങളിൽ പലതും അതിൻ്റെ ബ്രിമ്മില്, അതായത് തൊട്ടടുത്ത് അതിന് ഈ അതിർത്തി രേഖ, ഈ ലക്ഷ്മണരേഖ കടക്കാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു സംസ്ഥാനമായിരുന്നു കേരളം. അതായത് നമ്മൾ അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ഈ പറയുന്ന ചില ആഫ്രിക്കൻ രാജ്യങ്ങളെ പോലെയുള്ള ദാരിദ്ര്യമൊന്നും കേരളത്തിൽ ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല എന്ന് പറയേണ്ടി വരും. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് പറയുന്നത് 40കളിൽ, അതായത് രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാര് ഈ ഭക്ഷ്യവസ്തുക്കളെ ഇന്ത്യക്ക്, അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഡിപ്രൈവ് ചെയ്തു. അതായത് ഇവിടെ ഷോർട്ടേജ് ഉണ്ടാക്കിയൊരു ഫാമിൻ ഉണ്ട്. അതാണ് ബംഗാൾ ഫാമിൻ എന്ന് പറയുന്നത്. ശരിക്കും ഇവിടെ ഒരു ഫാമിന് അവസ്ഥ ഉണ്ടായിട്ടല്ല. അപ്പൊ ആ സമയത്ത് ചില ഈ പറയുന്ന ജന്മിത്വ അല്ലെങ്കിൽ ജാതീയമായിട്ടുള്ള ചില വിഷയങ്ങളിൽ പലർക്കും ഭക്ഷണം ഡിപ്രൈവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ പോലും ഫുഡ് പ്രൊഡ്യൂസ് ഇല്ലാഞ്ഞിട്ടായിരുന്നില്ല അന്ന് ഈ ബംഗാൾ ഫാമിൻ അല്ലെങ്കിൽ ബംഗാൾ പട്ടിണി ഉണ്ടായിരുന്നത്. അത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ബ്രിട്ടീഷുകാര് അരി മറ്റ് സ്ഥലങ്ങളിലേക്ക് കയറ്റിക്കൊണ്ടുപോയതിനെ തുടർന്നുണ്ടായ ഒരു കാര്യമാണ് ഈ ബംഗാൾ ഫാമിന് അടിസ്ഥാനമായിട്ടുള്ളത്. ആ സമയത്ത് തന്നെ കേരളത്തിൽ എന്ന് പറയാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. തിരുവിതാംകൂറിലാണ് ആദ്യമായിട്ട് ഒരു സിവിൽ സപ്ലൈസ്, അതായത് റേഷൻ അനുവദിക്കാൻ തുടങ്ങിയ ഒരു കിങ്ലി സ്റ്റേറ്റ് എന്ന് പറയുന്നത് ട്രാവൻകൂറാണ്. ട്രാവൻകൂറില് CP രാമസ്വാമിയുടെ കാലത്ത് ഈ റേഷൻ കടകൾ, അതായത് റേഷൻ ഷോപ്സ് സ്റ്റാർട്ട് ചെയ്തു. റേഷൻ കൊടുക്കണം, അതെന്ന് റവന്യൂ ഡിപ്പാർട്ട്മെന്റോ മറ്റോ അവരുടെ നിയന്ത്രണത്തിലോ മറ്റോ ആയിരുന്നു. അപ്പൊ ചില സ്ഥലങ്ങളിൽ അത് അന്ന് തന്നെ ഇത് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ഏറ്റവും അധികം പട്ടിണി അനുഭവിക്കുന്ന, അതായത് ഭക്ഷ്യവസ്തുക്കളുടെ കുറവ് കൊണ്ട് പട്ടിണി അനുഭവിക്കുന്ന ഏരിയ എന്ന് പറയുന്ന ഭക്ഷണത്തിന്റെ ഒരു കാര്യത്തിലാണ് ഈ പറയുന്ന ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഇപ്പൊ കേരളത്തിൽ പൊതുവെ അത് ഉപയോഗിക്കുന്ന വാക്കെന്ന് പറയുന്ന ഭക്ഷണ ലഭ്യതയുടെ കുറവിനെ പറ്റിയാണ്. അപ്പൊ ആലപ്പുഴ ജില്ലയിലെ 2 പ്രധാന സ്ഥലങ്ങൾ, ഇപ്പൊ ആ സ്ഥലങ്ങളുടെ പേര് ഞാൻ പറയില്ല, കാരണം
അവിടുത്തുകാര് ഇന്ന് അത് ഒരുപക്ഷെ ആക്ഷേപമായിട്ട് എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സ്ഥലത്ത് കഞ്ഞി ലഭ്യമാക്കാനുള്ള അരി സൗജന്യമായിട്ടും പിന്നീട് അതിന് മേടിക്കാൻ പറ്റുന്നവർക്ക് റേഷൻ, അതായത് സബ്സിഡൈസ്ഡ് റേറ്റിലും അരി കൊടുക്കുന്ന ഒരു സംവിധാനം തിരുവിതാംകൂർ റൂളേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എസ്പെഷ്യലി അത് CP രാമസ്വാമിയുടെ ഒരു നിർബന്ധം കൊണ്ടായിരുന്നു. അപ്പൊ ഈ റേഷൻ സംബന്ധിച്ചുള്ള അതിൻ്റെ അകത്ത് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അത് ഫോളോ അപ്പ് ചെയ്തിരുന്ന ഒരു പ്രൊസീജിയറാണ് ഈ റേഷനിങ് എന്ന് പറയുന്നത്. പിന്നീട് ഈ റേഷനിങ്ങിൽ അന്ന് എന്തെങ്കിലും അപാകത കാണിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഭരണകൂടം ഒരു കാരണവശാലും അവരെ തുടരാൻ അനുവദിച്ചിട്ടില്ല. വളരെ ആദ്യമായിട്ട് റേഷനിങ്ങിൽ തട്ടിപ്പ് കാണിച്ച ഒരു റേഷൻ ഓഫീസറെ സസ്പെൻഡ് ചെയ്യുന്നത് ചവറ റേഷൻ ഓഫീസറെയാണ് ഈ രാജഭരണകാലത്ത് സസ്പെൻഡ് ചെയ്യുന്നത്. ഈ സമയത്ത് തന്നെ കേരളത്തില്, വടക്കൻ കേരളത്തിൽ ഈ പറയുന്ന ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത, കർഷക തൊഴിലാളികൾക്ക് ജോലി ചെയ്താലും അല്ലെങ്കിൽ ബാക്കിയുള്ള കാഷ്വൽ ലേബേഴ്സ് ജോലി ചെയ്താലും അവർക്ക് വേണ്ടത്ര ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കാതിരിക്കുന്ന ഒരു അവസ്ഥ നിലവിലുണ്ടായിരുന്നു. അതിനെ അതിജീവിക്കാനായിട്ട് കേരളത്തിൽ ഏറ്റവും അധികം പ്രവർത്തിച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരാണ്. അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഒരു ഭക്ഷ്യ സുരക്ഷ ഉണ്ടാക്കേണ്ടതിന് ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളോ കേന്ദ്ര സർക്കാരിൻ്റെ അകത്ത് ആദ്യമായിട്ട് ഗരീബി ഹഠാവോ എന്ന് പറയുന്ന, അതായത് ദരിദ്രരെ ഉയർത്തുക എന്ന് പറഞ്ഞ മുദ്രാവാക്യവുമായിട്ട് ആദ്യം പുറത്തു വരുന്നത് 1971 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയാണ്. അതാണ് ഗരീബി ഹഠാവോ, അതായത് ദരിദ്രരെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തമാക്കുക എന്നുള്ള ഒരു താല്പര്യത്തിന്റെ പുറത്ത് അന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ അകത്തെ ഒരു പ്രധാനപ്പെട്ട മുദ്രാവാക്യമായിരുന്നു ഈ ഗരീബി ഹഠാവോ. പക്ഷേ അതിനു മുമ്പേ തന്നെ നമ്മൾ കേരളം അതിന്റെ റേഷനിങ് ഒക്കെ ഒരുതരം ഭംഗിയായിട്ട് നടത്തിക്കൊണ്ടുപോവുകയും അതിനെപ്പറ്റിയൊക്കെ കാൽപ്പനികമായിട്ട് ഒരുപാട് വിഷയങ്ങൾ, അരി എന്താണ് പുഴുവെടുത്തരി അല്ലെങ്കിൽ ചാക്കരി, ദുർഗന്ധമുള്ള ചാക്കരി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അതിനെ ഒരുപാട് വൈകാരികമായിട്ടൊക്കെ അതിനെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഭക്ഷണം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കക്ഷി എന്ന് പറയുന്നത് ഈ ഇടതുപക്ഷങ്ങളാണ്. ഇടതുപക്ഷം എന്ന് പറയുമ്പോൾ ആദ്യം അത് CPM തന്നെയായിരുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് നമുക്ക് പറയാവുന്ന കക്ഷികൾ. അപ്പം ഭക്ഷണ സുരക്ഷ ഉണ്ടാക്കുന്നതിൻ്റെ അകത്ത് അവര് വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നീട് 1957 കേരള സർക്കാർ, EMSന്റെ നേതൃത്വത്തിൽ വന്ന കേരള സർക്കാർ എന്തൊക്കെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഭൂപരിഷ്കരണ നിയമം അവതരിപ്പിച്ചു. ആ ഭൂപരിഷ്കരണ നിയമം അവതരിപ്പിക്കുമ്പോൾ അവർക്ക് മിനിമം ഒരു സ്ഥലം, അതായത് വീട് വെക്കാനുള്ള ഒരു സ്ഥലം ആണ് അതിൻ്റെ അകത്ത് ഉറപ്പുവരുത്തിയിരുന്നു കർഷക തൊഴിലാളികൾക്ക്. അപ്പൊ ഈ പറയുന്ന നമ്മൾ ഇന്ന് വേൾഡ് ബാങ്ക് മുന്നോട്ട് വെക്കുന്ന മാനദണ്ഡങ്ങളിൽ പലതിൽ കൂടെ അന്നേരം നമ്മൾ കടന്നു വരികയാണ്. 1971 കേരളത്തിൽ വന്ന സപ്തമുന്നണി മന്ത്രിസഭ, അതായത് UDFന്റെ നേതൃത്വത്തിലുള്ള CH മേനോൻ മുഖ്യമന്ത്രിയായ മന്ത്രിസഭ, അതിലെ ഹൗസിംഗ് മിനിസ്റ്റർ ആയിരുന്ന MN ഗോവിന്ദൻ നായർ അവതരിപ്പിച്ച ലക്ഷം വീട് പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട്. അതായത് 1,00,000 വീടുകൾ വെച്ചു കൊടുക്കുക, വീടില്ലാത്ത 1,00,000 ആളുകൾക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അതാണ് ഇങ്ങനെ ഗ്രാജുവലായിട്ട് വളർന്നു വന്നിട്ടാണ് ഈ ഇപ്പോഴത്തെ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അല്ലാതെ ഒരു നിമിഷം കൊണ്ട് ബീഹാറിലോ ഉത്തരേന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഉള്ളതുപോലെയുള്ള പാരാമീറ്ററുകളല്ല കേരളത്തിലുണ്ടായിരുന്നത്. പിന്നീട് ഇതെല്ലാം ഭക്ഷ്യസുരക്ഷയും വീടുകളുടെ ആവശ്യകവും തുടർന്ന് വന്ന പഞ്ചവത്സര പദ്ധതികളിൽ ഉൾപ്പെടുത്തിയാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിന് ഒരു മാറ്റം സംഭവിക്കുന്നത് നീതി ആയോഗ് വരുമ്പോഴാണ്. നീതി ആയോഗാണ് ഇപ്പോഴത്തെ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണകാലത്താണ് നീതി ആയോഗ് വരുന്നത്.
അവര് ഇതിന്റെ മൊത്തം ഒരു ഫോർമാറ്റ് മാറ്റി സ്ഥാപിക്കുകയുണ്ടായി. അതായത് ഈ പറയുന്ന ഭക്ഷ്യസുരക്ഷ, വീടുകളുടെ സുരക്ഷിതമായ വീടുകള്, തൊഴില് തുടങ്ങിയ കാര്യങ്ങളിലേക്ക് അവര് ചില ആ, സംവിധാനങ്ങള് അല്ലെങ്കിൽ പ്ലാനിങ്ങുകൾ കൊണ്ടുവന്നു. അത് സർക്കാരുകൾ, അതായത് സംസ്ഥാന സർക്കാരുകൾ അത് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെതായ അപ്പോൾ കേരളത്തിന് കുറെ കൂടെ മുന്നോട്ട് പോകാൻ പറ്റി. നമ്മളുടെ ലൈഫ് സ്കീം, അതായത് വീടുകൾ കൊടുക്കാനുള്ള ലൈഫ്, 3 സെന്റ് സ്ഥലമുള്ള വ്യക്തിക്ക് വീട് വെക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും 2.5 ലക്ഷം രൂപയോ മറ്റോ, 2.5 ലക്ഷമാണോ 3 ലക്ഷമാണോ എന്നറിയില്ല, അത്രയും കൊടുക്കാൻ, അതായത് നിങ്ങൾക്ക് കെട്ടുറപ്പുള്ള ഒരു വീട് ലഭ്യമാക്കാനുള്ള സംവിധാനം കേരള സർക്കാർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്ന് ഗവൺമെന്റ് കണ്ടെത്തിയതെന്ന് പറയുന്നത് 6 ലക്ഷം ആളുകൾക്ക് ഈ അതിതീവ്ര ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള 6 ലക്ഷം ആളുകളെയാണ് ഐഡന്റിഫൈ ചെയ്തത്. അപ്പൊ അവരെ കഴിഞ്ഞ വർഷങ്ങളിൽ ഉള്ള പ്രവർത്തനങ്ങളിൽ കൂടെ അവരെ കൂടി ഇതിന്റെ മുകളിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നാണ് സർക്കാരിന്റെ സർക്കാരിന്റെ ആ പ്രഖ്യാപനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ ഇതില് പ്രതിപക്ഷ നേതാവ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ദാരിദ്ര്യം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ അതിന്റെ ചില സൂചനകൾ എന്ന് പറയുന്നത് ഭക്ഷ്യവസ്തുക്കൾ, അതായത് തേങ്ങയും നെല്ലും വാഴക്കൊലയൊക്കെ മോഷ്ടിക്കുന്ന ആളുകൾ ഒരു കാലത്തുണ്ടായിരുന്നു, 60കളിലൊക്കെ ഉണ്ടായിരുന്നു. അത് മാറി, ആ കാലഘട്ടത്തിൽ നിന്ന് മാറി. അതുപോലെ പൈസ ചോദിക്കുന്ന, അതായത് ഭിക്ഷാടനം എന്ന് നമുക്ക് അങ്ങനെ പറയാനില്ല, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ പൈസ ആളുകളോട് ചോദിച്ചിട്ട് അരി മേടിക്കാൻ ഇത്ര രൂപ വേണം, അല്ലെങ്കിൽ അരി മേടിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് കെഞ്ചുന്ന അങ്ങനെയുള്ള ആളുകളെ ഒന്നും നമുക്ക് ഇന്നത്തെ സന്ദർഭത്തിൽ കാണാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ് അതിന്റെ ശരിയായിട്ടുള്ള ദിശാസൂചകങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഗവൺമെന്റിന്റെ ആ പ്രഖ്യാപനത്തിന് ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങളിൽ പതിരില്ല എന്ന് വേണം നമ്മൾ അനുമാനിക്കേണ്ടത്. പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് ഇതിനെ എതിർക്കുക എന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. അത് നമ്മളത് തള്ളിക്കളയുന്നില്ല. പക്ഷേ എതിർക്കുന്നിടത്ത് അതിന്റെ ഫാക്ച്വൽ എറേഴ്സ് ആണ് പറയേണ്ടത്. അപ്പൊ അതായത് എത്രയാണ് 3 കോടി ജനങ്ങൾ ഉള്ളതിൽ 6 ലക്ഷം പേരാണ് ഐഡന്റിഫൈ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില പാരാമീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നില് ബന്ധുക്കൾ ഉപേക്ഷിച്ചവരാകാം ഈ രംഗത്ത്, ഈ പറയുന്ന ഈ 6 ലക്ഷം പേരിൽ വരുന്നത്. അല്ലെങ്കിൽ ഇവര് സ്വയം ഡിറ്റാച്ച് ചെയ്തു പോയ ആളുകൾ ഉണ്ടാകും, നിവൃത്തിയില്ലാത്ത രോഗഗ്രസ്തരായിട്ട് കിടക്കുന്ന ആളുകള്, അങ്ങനെയുള്ള, പിന്നെ അല്ലെങ്കിൽ ഈ ആശുപത്രികളിൽ പോയി ചികിത്സ നടത്തി മുടിഞ്ഞുപോയ ആൾക്കാരുണ്ടാവും. അവരൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന അതിദരിദ്രന്മാരായിട്ട് ഇപ്പോഴത്തെ കാലത്ത് വന്നിട്ടുള്ളത്. പിന്നീടുള്ള വിഷയം എന്ന് പറയുന്നത്, നമുക്ക് ഇതിനകത്ത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം എന്ന് പറയുന്നത് ആദിവാസികൾക്കിടയിലുള്ള ഒരു ദാരിദ്ര്യമാണ്. അതിനെപ്പറ്റിയുള്ള കണക്കുകൾ എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഊരുകളിൽ താമസിക്കുമ്പോൾ ദാരിദ്ര്യം അനുഭവിക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ചില സോഷ്യോ എക്കണോമിക്കൽ സർവേകളൊക്കെ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഇവര് ഈ പുതിയ സമൂഹവുമായിട്ട് ക്ലബ് ചെയ്യാൻ പോകുന്ന സന്ദർഭങ്ങളിലാണ്, അതല്ലെങ്കിൽ അവരുടെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ നിന്നും പരിഷ്കരിക്കാൻ ഈ പറയുന്ന ആധുനികര് ശ്രമിക്കുന്ന സ്ഥലങ്ങളിലാണ് ഇതിന്റെ ദാരിദ്ര്യം റിഫ്ലക്ട് ചെയ്തിട്ടുള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അരി കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ വീടിനോ വസ്തുവിനോ ഉള്ള വിഷയം എന്ന് പറയുന്നത് സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് അതിനെ ഒരു സൂചകമായിട്ടോ മാനദണ്ഡമായിട്ടോ എടുക്കാൻ പറ്റില്ല. പക്ഷെ വിശക്കുന്ന മനുഷ്യൻ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഒരു ബേസിക് ഇഷ്യൂ ആയിട്ട്, നോമായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ
ഗവൺമെന്റിന്റെ ആ പറയുന്ന പ്രഖ്യാപനത്തിന്റെ അകത്ത് അവരുടെ അവകാശവാദം, ഗവൺമെന്റിന്റെ അവകാശവാദം അത് പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ അത്ര മോശപ്പെട്ട കാര്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. അദ്ദേഹം ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കാരിന് വേണ്ടിയിട്ട് നോട്ടീസ് അച്ചടിച്ച് പ്രചരിപ്പിക്കുന്നത് പോലെയാണ് തോന്നിയിട്ടുള്ളത്. ഇതിനെപ്പറ്റി എന്താണ് ഗൗരവ ബുദ്ധിയ ചിന്തിക്കുന്ന CP ജോണിനെ പോലുള്ള ആളുകൾ പറയുന്നത് ഇതിന്റെ കണ്ടന്റിനെ പറ്റി അദ്ദേഹം ഒബ്ജക്ട് ചെയ്തിട്ടില്ല. പകരം CP ജോണൊക്കെ ചെയ്തിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിന് മമ്മൂട്ടിയെയും കമലഹാസനെയും മോഹൻലാലിനെയും കൊണ്ടുവരണ്ടായിരുന്നു ഇത് പ്രഖ്യാപിക്കാൻ എന്ന് പറഞ്ഞ് അതിനെ വളരെ കാൽപ്പനികമാക്കി അങ്ങനെ തള്ളിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഗവൺമെന്റിന്റെ അവകാശവാദം കറക്റ്റാണ്. ഈ ബെന്യാമിൻ പറഞ്ഞതുപോലെ ഇദ്ദേഹത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ സർട്ടിഫിക്കറ്റ് ഇതിന് ആവശ്യമില്ല. പ്രതിപക്ഷ നേതാവ് ഇതിൻ്റെ അകത്ത് ചെയ്യേണ്ടത്, ഇതിൻ്റെ അകത്ത് തെറ്റ് ഉണ്ടെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് ഈ ഗവൺമെന്റിന്റെ തെറ്റിന് പുറത്തായിട്ട് അദ്ദേഹം ഈ ഭരണകൂടത്തിലേക്ക് അല്ലെങ്കിൽ ഭരണം ഏറ്റെടുക്കാനുള്ള ഇതിനെ കുറെ കൂടി നന്നാക്കാൻ പറ്റുന്ന രീതിയിൽ മുന്നോട്ട് വന്നാൽ നന്നായിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് BJPയുടെ അവകാശവാദങ്ങളാണ്. അവർ വളരെ മയത്തിലാണ് അവകാശവാദം നടത്തുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ സ്കീമാണ്, സ്റ്റേറ്റ് ഇംപ്ലിമെന്റഡ് സെൻട്രൽ സ്കീമുകൾ ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി കേരളത്തിന്റെ അല്ലെങ്കിൽ കേരളത്തിലെ ഭരണാധികാരികളുടെ ഒരു താല്പര്യം അല്ലെങ്കിൽ അതിദരിദ്രരോടുള്ള ഒരു സമീപനം വളരെ മെച്ചപ്പെട്ടതായിരുന്നു. അത് കോൺഗ്രസിന്റെ കാലത്തും അത് ഉണ്ടായിരുന്നു. അത് ഒരുപക്ഷെ സതീശൻ ഓർക്കുന്നില്ല. ഇതിന്റെ ആ കണ്ടിന്യൂറ്റി മനസ്സിലാക്കാതെ പോയത് കൊണ്ടായിരിക്കാം പ്രതിപക്ഷ നേതാവ് ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത്. യെസ്, എന്തായാലും ഇന്ന് കേരളപ്പിറവി ദിനത്തിൽ തന്നെ നമ്മുടെ സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി സഭയിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന മുക്ത കേരളം എന്ന രീതിയിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ പേരിൽ ചർച്ചകൾ സജീവമാകുന്നു. പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നു. പക്ഷെ പല എഴുത്തുകാരും ബെന്യാമിനെ പോലെയുള്ളവർ ഇതിനെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ്. ഈ രീതിയിൽ കേരളത്തെ പ്രഖ്യാപിക്കുമ്പോൾ കേരളം ഏത് വഴിയിലൂടെ കടന്നു വന്നു എന്നുള്ളത് കോൺഗ്രസുകാർ ഓർക്കണമെന്ന് പറഞ്ഞു വയ്ക്കുന്നു. വ്യക്തമാണ്. താങ്ക് യു, അശോക് സർ.